ஆட்சியில் சேர்த்துவிட்டது. கொச்சி ராஜனுக்கு எதிராக கேஸ் கொடுக்கப்பட்டது என்றாலும் அதை நடத்த கஷ்டமாக இருந்ததனால் கோவிலை ராஜனுக்கே திருப்பி கொடுத்து விட்டார்கள். அப்புறம் கொச்சி தேவസ്വം ബോർഡിൽ ചേർക്കപ്പെട്ടത്. രാജാവിലേക്ക് തിരിച്ചേൽപ്പിക്കുകയും അത് കൊച്ചി ദേവസ്വം ബോർഡിലേക്ക് ലയിക്കുകയാണ് ഉണ്ടായത്. ഇളക്ക ചികിത്സയ്ക്ക് വളരെ കാലം മുതൽ മനോവ്യാധിகளின் ചികിത്സയ്ക്കാக ചോറ്റാനിക്കரை കോവിൽ മികവും പ്രസിദ്ധമാണത്. ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ്. വളരെ ഗുരുതരമായ பைத்தியம் போன்ற பெரும் வியாதிகளுக்கு குருதி சிகிச்சை செய்து குணப்படுத்துகிறது. ഇവിടെ സാധാരണ സംഭവിക്കുന്നതാണ്. ഇളക്ക ചികിത്സ എന്ന് വെച്ചാൽ ഇളക്ക രോഗികൾക്ക് കൊടുക്കുന്ന ചികിത്സ എന്ന് പറയാം. അപസ്മാരത്തിനെയും മാനസിക വൈകല്യങ്ങളെയും ഒക്കെ ഒരുമിച്ചാണ് ഇവിടെ വ്രതമെടുത്ത് ധ്യാനം ചെയ്യുന്ന കാഴ്ചകൾ ഇങ്ങ് ഏരാളமாக இருக்கிறது. ചികിത്സയുടെ ഒരു ഭാഗം എന്ന നിലയിൽ അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടി ഇവിടെ വന്ന് ചോറ്റാനിക്കര വന്ന് വ്രതാനുഷ്ഠയോടുകൂടി ഭജനമിരിക്കുന്നു. ഭജനമിരുന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ 2 ഘട്ടമായിട്ടാണ് ചികിത്സ നടക്കുന്നത് എന്നാണ് ഭക്തന്മാരുടെ വിശ്വാസം. എതുവാനാലും വ്യാധിസ്ഥர்கள் ഗുണമടയുന്നത് ഇങ്ങ് സാധാരണമാണ് കാഴ്ചയാണ്. സാധാരണയാണ്. നാം അതിന് ഇളക്കം കാണിക്കൂ എന്ന് പറയുന്നു. ഒരു പക്ഷേ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ദൃഷ്ടിയിലൂടെ നോക്കുകയാണെങ്കിൽ ഫ്രീ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു ഘട്ടമായിരിക്കാം മാനസികമായി ഈ രോഗി കടന്നു പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്തു തന്നെ ആയാലും രോഗിക്ക് രോഗശമനം വരുന്നു എന്നുള്ളതാണ് സത്യം. 1949 കൊച്ചി ദേവസ്വം തിരുവിതാംകൂർ ദേവസ്വം போன்ற போர்டுகள் நிலவில் வந்தவுடன் ചോറ്റാനിക്കரை கோவிலின் ஆட்சியை கொச்சின் தேவஸ்வம் போர்டின் கீழில் நிலவில் வந்தது. தமிழ்நாடு, ஆந்திரா, கர்நாடகா, மகாராஷ்டிரா போன்ற இடங்களிலே இருந்தும் மற்ற സംസ്ഥാനങ്ങളിലെ ഇരുന്നും ഭക്തர்கள் വന്നുകൊണ്ടേ இருக்கிறது. ഈ മാറാത്ത രോഗങ്ങൾക്ക് വേണ്ടി ഇവിടെ വരികയും ആയതിന് ചികിത്സ നൽകി ഇവിടെ ഭജനമിരുന്നുകൊണ്ട് അവരുടെ ആ അസുഖം ഭേദമായി പോകാറുമുണ്ട്. പൗരാണിക കേരള ചരിത്രത്തിൽ ചോറ്റാനിക്കரை കോവിലുക്ക് നിർണായകமான പങ്കുണ്ട്. ஒவ்வொரு நாளும் ഭക്തர்கள் ഏറി വരുகிறது. അതായത് മാനസിക പീഡനം അനുഭവിക്കുന്ന ധാരാളം ഭക്തർ ഇവിടെ വന്ന് നെയ് സേവിച്ച് വചനിരുന്ന് പരിപൂർണ തൃപ്തിയായി പോകുന്ന ചരിത്രം ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിന് മാത്രം ഭക്തர்களுக்கு கஷ்டங்கள் வராமல் இருக்க பாதுகாப்பு கொடுக்க எல்லா ஏற்பாடுகளும் இங்கே செய்திருக்கின்றார்கள். தங்கும் வசதி, குடித்தண்ணீர், கார் பார்க்கிங் போன்றவை இங்கே செய்திருக்கிறது. 100 പേർക്ക് മേൽ இங்கே தினமும் வேலை செய்கிறது. ദേവസ്വം ക്ഷേത്ര ജീവനക്കാരും ദേവസ്വം എംപ്ലോയീസുമായിട്ട് ഇവിടെ നിത്യം പ്രവർത്തിച്ചു പോരുന്നുണ്ട്. ഞങ്ങളോട് 2 കഴകക്കാരാണുള്ളത്. ഇവർ கழகக்காரர்கள். கோவிலுக்கு தேவையான பூக்கள், மாலைகள் போன்றவை காலங்களாக கொடுத்து வருகிறார்கள். மகம் போன்ற நாட்களில் பூக்கள் തമിഴ്നാട്, മൈസൂർ പോன்ற ഇടങ്ങളിൽ ഇருந்து കൊണ്ടുവരുന്നത്. പൂജയ്ക്കും മറ്റാവശ്യങ്ങൾക്കും വേണം. പിന്നെ മാലകൾ, കേശാദിപാദം, താമരമാല, ഉണ്ടമാല, മറ്റു മാലകൾ, അങ്ങനെ നിരവധി ധാരാളം വേണ്ടതാണത്. 5000 താമരപ്പൂളം ഈ മകത്തിന് തന്നെ വേണ്ടി വന്നു. അത് ഇവിടെ നിന്ന് കിട്ടിയില്ല. ഞങ്ങൾ പുറത്ത് നാഗർകോവിലിൽ നിന്ന് വരെയാണ്, കേരളത്തിന് പുറത്തുനിന്ന് തമിഴ്നാട്, കർണാടക സ്റ്റേറ്റിൽ നിന്നാണ് പൂ എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഇവിടെ ആവശ്യത്തിന് തികയുന്നില്ല. மற்ற கோவில்களில் இல்லாத ஒரு பிரத்யேகமான சம்பவம் தான் உயரமில்லாத இந்த வெலிக்கல். இந்த கல்லிலே கால் வைத்துதான் எச்சியின் சிரசை காளியம்மன் அவதாரம் அறுத்து இருந்து விட்டது. அந்த சிரசு வீழ்ந்த இடம்தான் எச்சிக்குளமாக சொல்லப்படுகிறது. அந்த கல்லில் கால் வைத்ததினாலே கல் தாழ்ந்து விட்டது என்றும் சொல்லப்படுகிறது.
ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ഞങ്ങൾ 4 மேசாந்தி நான்கு பிரதான பூஜாரிகள் இங்கே இருக்கிறது. இவரை மேல் சாந்திகள் என்றும் சொல்லப்படுகிறது. மேசாந்தியாയിട്ട് மெட்காவில் மட்டும் புறப்படா சாந்தி என்ற பெயரில் இருப்பவர்களாக இருக்கின்றார்கள். നിർമ്മാല്യ ദർശനം വളരെ അതിപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. സാധാരണ ദിവസങ്ങൾ 4 മണിക്ക് നട തുറന്ന് നിർമ്മാല്യ ദർശനവും ശേഷം 4:35 അഭിഷേകവും തുടങ്ങും. അഭിഷേകം പകുതി കഴിഞ്ഞാൽ മലിനനിവേദ്യം കഴിഞ്ഞ് ശാസ്താവിന് നിവേദിച്ച് വീണ്ടും രണ്ടാമതൊരു അഭിഷേകമുണ്ട്. ഈ രണ്ടാമത് അഭിഷേകം ഇവിടുത്തെ മാത്രം ഒരു പ്രാധാന്യമാണ്. അമ്മ യക്ഷിയെ കൊന്നിട്ട് ശുദ്ധി വരുത്തുവാനായിട്ട് വീണ്ടും അഭിഷേകം നടത്തുന്നതാണ് സങ്കല്പം. അത് വേദസൂക്തങ്ങളെ കൊണ്ട് മാത്രമേ അഭിഷേകം ചെയ്യുള്ളൂ. മറ്റുള്ള സ്തോത്രങ്ങളൊന്നും ഇവിടെ കഴിക്കാറില്ല. അതിനുശേഷം ഇവിടെ വെളുപ്പിന് രാമമുഹൂർത്തത്തിൽ സരസ്വതി ദേവിയായിട്ടാണ് ഇവിടുത്തെ സങ്കല്പം. വെള്ളവസ്ത്രം ധരിച്ച് ഉടയാവളകൾ അണിഞ്ഞ് അലങ്കാരത്തോടു കൂടിയിട്ടുള്ള ദർശനമാണ്. 5 മണിക്ക് ഉഷപൂജയും 5:30 യഥാർത്ഥ പൂജയും 5:45 യഥാർത്ഥ ശിവേലിയും കഴിയണമെന്നാണ് നിയമം. 7 മണിക്ക് 12,000 പുഷ്പാഞ്ജലി നിവേദ്യമാണ്. 12,000 പുഷ്പാഞ്ജലി കഴിഞ്ഞാൽ 7:10 പന്തീരടി പൂജയ്ക്കുള്ള തുടക്കമാകും. 8:10 നിവേദ്യം കഴിഞ്ഞ് പ്രസന്ന പൂജയ്ക്ക് നട തുറക്കും. അപ്പോൾ അമ്മ സർവാഭരണഭൂഷിയായിട്ട് ഗോളയും ചേർത്തി ഉള്ള ഭാവമാണ്. അതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ഭാവമാണ് ലക്ഷ്മി ദേവിയുമായിട്ട്. 11:30 ഉച്ചപൂജയ്ക്ക് മേശാന്തി കുളിച്ചു വന്ന് പൂജ